നമ്മളെ അന്ന് വന്നപ്പോഴേ ഉദാഹരണ ശേഷിയുടെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് എന്തായിരുന്നു ശരിക്കും? അതായത് ഒരു 46-47 വയസ്സിന് ശേഷം ഈ പ്രഷർ ഷുഗർ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഡെയിലി നമുക്ക് ഇപ്പൊ ദിവസം വേണമെങ്കിൽ ബന്ധപ്പെടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഈ 48-ന് ശേഷം ഇപ്പൊ എനിക്ക് 51 കഴിഞ്ഞു. 48-ന് ശേഷം അതിന്റെ ഇത് ഇപ്പൊ 3 ദിവസം കൂടുമ്പോ, പിന്നെ അത് 4 ദിവസമായി, പിന്നെ ഒരാഴ്ചയില് അപ്പള പറ്റുമോ എന്നുള്ള അവസ്ഥയിലേക്ക്. പിന്നെ നന്നായി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ നടക്കുള്ളൂ കേസ്. അപ്പൊ ഞാൻ പിന്നെ അത് വിചാരിച്ചു വയസ്സാവണം എന്റെ അഞ്ചിട്ട് 48 കഴിഞ്ഞപ്പോ തന്നെ ഇത് അങ്ങനെ ഫീലിങ്സ് അങ്ങനെ ഉണ്ട്. പിന്നെ വൈഫും പിന്നെ അങ്ങനെ ഇപ്പൊ അവൾക്കും 40-45 വയസ്സായി. അപ്പൊ അവളും വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ടെന്നുള്ള. അതുകൊണ്ട് പിന്നെ അത് കാര്യമായിട്ട് പ്രശ്നമാക്കിയില്ല, ഞാനും പ്രശ്നമാക്കിയില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴാണ് നമ്മള് അങ്ങനെ പറഞ്ഞപ്പോ, അന്ന് ഒഴിയാൻ വന്നപ്പോ എന്നോട് പറഞ്ഞപ്പോ, ഞാൻ അങ്ങനെ പ്രശ്നം പറഞ്ഞപ്പോ എനിക്ക് അന്ന് മരുന്ന് തന്നിട്ട് ആ മരുന്നിന്റെ ഇത് ഭയങ്കര മാറ്റമായിരുന്നു. അത് ഞാനൊരു മാസം കഴിച്ചിട്ടുള്ളൂ. അത് കഴിച്ചപ്പോ എനിക്ക് നല്ല മാറ്റമായി. അതായത് ഒരു ബലമില്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ കാര്യം നടക്കണില്ല. അപ്പൊ പിന്നെ ഇതിപ്പോ ഒരു മാസം കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു 4-5 മാസമായിട്ട് ഇപ്പോ നല്ല മാറ്റമായി. നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം വന്നു തുടങ്ങി, കാര്യം നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മരുന്ന് പോലെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും നമ്മളുടെ വ്യത്യാസം. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു എന്ന് പറയുമ്പോ എനിക്ക് അതുകൊണ്ട് ഇപ്പോ ഒരിക്കൽ ഞാൻ അങ്ങനെ ഒരു ഗുളികയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കുമ്പോ കുറച്ച് ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് നമ്മളൊരു മാസം കഴിച്ചപ്പോ ഒരു 5 മാസത്തോളം എനിക്ക് നല്ല ഇതായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ പഴയ പോലെ ഇല്ലെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ട്, എന്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇടയ്ക്ക് ഞാൻ ഒരു മാസം എനിക്ക് കഴിക്കണമെന്നുണ്ട് കഷായം അടക്കം. ഇടക്കൊന്ന് കഴിച്ചു കൂടി. കഷായം കഴിക്കുന്നത് നല്ലതാണല്ലോ. നമ്മളന്ന് പറഞ്ഞപ്പോ 2 തരത്തിൽ നമ്മൾ ചികിത്സ ചെയ്തത്. ഒന്ന്, ഇവിടേക്കുള്ള രക്തോട്ടം കുറയുന്നതാണ് നമ്മുടെ ഇറക്ഷന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രക്തോട്ടം വർദ്ധിപ്പിക്കുന്ന കഷായത്തിലൂടെ മെയിനായിട്ട് അത് ചെയ്തത് ബ്ലഡ് സർക്കുലേഷൻ ആയിട്ട് വർദ്ധിപ്പിച്ചു. പ്ലസ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ടെസ്റ്റോസ്റ്ററോൺ, പുരുഷ ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്ന മരുന്നുകളാണ് ഗുളികയിലും രണ്ടും വരുന്നത്. ആ രണ്ടും കൂടി ആയപ്പോ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ചികിത്സയിലേക്ക് എത്തി. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കുലേഷൻ. നമുക്ക് ഏജ് പ്രോഗ്രസ് ചെയ്തോറും ഒന്ന് പുരുഷ ഹോർമോൺ കുറയും, അതേപോലെ രക്തോട്ടം കുറയും. ഈ 2 കാരണങ്ങളാണ്. പിന്നത്തെ ഒരു കാരണം എന്ന് പറയുന്നത് പലർക്കുള്ള ആങ്സൈറ്റി ആണ്. അതൊക്കെ വിവാഹത്തിന്റെ തുടക്കത്തിലാണ്. പറ്റുമെന്നുള്ള ടെൻഷൻ മൂലം രക്ഷ നടക്കില്ല, ഫലം കിട്ടാത്ത വരും, പേടി. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ 3 കാരണങ്ങൾ. ഈ 3 കാരണത്തില് കാരണം മനസ്സിലാക്കി ചികിത്സ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രോഗം തന്നെയായത്. ഓക്കെ, താങ്ക് യു.